ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി ട്രാവൽ സീരീസിൻ്റെ പാർട്ട് 2 ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഇടുക്കി ഡാം, ഹിൽ വ്യൂ പാർക്ക്, ഇടുക്കി ബോട്ടിംഗ്, അതുപോലെ തന്നെ കാൽവറി മൗണ്ട് പോകുന്ന ഒരു വീഡിയോ ആണിത്. സോ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വരും. അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിലെത്തി. നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അവിടുന്ന് നടന്ന് കാണാൻ പറ്റില്ല ഡാം. നമ്മളെ ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിളിൽ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, സേഫ്റ്റി പ്രിക്കോഷൻസ് കാരണം. പിന്നെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലുള്ള ഷോട്ട് എടുത്തത് ഇവിടെ നിന്നാണ്. ഇവിടെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇടുക്കി ഡാം കാണാൻ പറ്റും. നമ്മൾ താഴെ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തതാണത്. അങ്ങനെ നമ്മൾ ഹിൽ വ്യൂ പാർക്കിലെത്തി. നമ്മൾ ഇടുക്കി ഡാമിന് ശേഷം വന്ന സ്ഥലമാണ് ഹിൽ വ്യൂ പാർക്ക്. ഇവിടെ സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അഡ്വഞ്ചർ സോൺ ഉണ്ട് ഹിൽ വ്യൂ പാർക്കിൻ്റെ. അതായത് ബോട്ടിങ്, സിപ്പ് ലൈനിങ് അതുപോലത്തെ സംഭവങ്ങൾ അതുവഴി പോയി കഴിഞ്ഞാൽ കിട്ടും. കയറിയ ശേഷം പിന്നെ നല്ലൊരു വ്യൂ കിട്ടി ഗൈസ്. അത് കണ്ടോ, നല്ലൊരു വ്യൂ ആയിരുന്നു. പക്ഷേ ഫോഗ് ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നല്ല നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വ്യൂ ആസ്വദിക്കാൻ പറ്റി. പിന്നെ അവിടുത്തെ ക്ലൈമറ്റും. പിന്നെ ഇതുവഴിയാണ് നമ്മൾ പാർക്കിലേക്ക് നടന്നു പോകുന്നത്. പിന്നെ ഇവിടെ ഈ കുഞ്ഞു കടയുണ്ട്. ഇവിടുന്ന് ഈ കോഫി, ടീ, പിന്നെ ബിസ്ക്കറ്റ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ ആ കടയിൽ കിട്ടും. പിന്നെ അതുകൂടെ ഐസ്ക്രീം അങ്ങനെ എല്ലാം കിട്ടും. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ലൈഡ്, സ്വിങ്, അതുപോലത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഞാനിവിടെ നിന്ന് ഊഞ്ഞാലാടുന്നു ഗൈസ്. ഇതാണ് കൊട്ടവഞ്ചി. ഇതാണ് ഇവിടെ ഹിൽ വ്യൂ പാർക്കിലുള്ളത്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഈ ഒരു കുഞ്ഞു സ്ഥലത്തിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളവിടെ നല്ലൊരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഹിൽ വ്യൂ പാർക്കിൽ നിന്ന്. ഇതുണ്ട് ഗൈസ്, കല്ലുവാഴ. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്ന സ്ഥലത്തിൽ ഉണ്ടായിരുന്നു ഈ കല്ലുവാഴ. പിന്നെ നമ്മൾ ബോട്ടിങ് ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു കുഞ്ഞു റോഡ് വഴിയാണ് വന്നത്. റോഡൊക്കെ അത്ര നല്ലതല്ലായിരുന്നു, മോശമായിരുന്നു. പിന്നെ നമ്മൾ അതുവഴി ഇറങ്ങി വന്നപ്പോൾ നേരെ ബോട്ടിങ് കയറുന്ന സ്ഥലമെത്തി. പിന്നെ നമ്മൾ ബോട്ടിൽ കയറി നല്ല കിടലായിട്ട് ആസ്വദിച്ചു. ആദ്യം കയറിയപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം നിറയെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ അന്ന് പോയ സമയത്ത്. പിന്നെ നല്ല കിടലം വ്യൂ ഉണ്ടായിരുന്നു. ബോട്ടിങ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ അടുത്തെത്തി. ഇങ്ങനെ ബോട്ടിങ് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ അടുത്തോടെ ഇങ്ങനെ കറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഉണ്ട് ഇടുക്കി ഡാം 2 മലകൾ തമ്മിൽ ചേർത്താണ് വെച്ചിരിക്കുന്നത്. കുറുവൻ മലയും കുറുത്തി മലയും ചേർത്താണ് ഈ ഡാം പണിതിരിക്കുന്നത്. രാമക്കൽ മേടിൽ V2-ൽ കുറുവനും കുറുത്തിയുണ്ട്. അവരുടെ ഒരു ഐഡിയ ആയിരുന്നു ഈ ഡാം 2 മല തമ്മിൽ, അതായത് കുറുവൻ മലയും കുറുത്തി മലയും തമ്മിൽ ചേർത്ത് പണിയണമെന്ന്. ഞാൻ രാമക്കൽ മേടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, ഡാമിനുള്ളിൽ മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവയുള്ള ഐറ്റംസ് പ്രോഹിബിറ്റഡ് ആണ്, കൊണ്ടുപോകരുത്. നമ്മൾ കാറിൻ്റെ അകത്ത് വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. നമ്മൾ വണ്ടിയൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തി. നമ്മളിനി നേരെ പോകുന്ന കാൽവറി മൗണ്ടിലേക്കാണ്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നോഹയുടെ പേടകം. നമ്മൾ കാൽവറി മൗണ്ട് പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നതാണിത്. പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ടീ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, ജീവൻ ടീ എന്ന് പറഞ്ഞിട്ടുള്ള. നമ്മളതിൽ കയറി ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റൊക്കെ നോക്കിയിട്ട് വന്ന്. പിന്നെ നോഹയുടെ പേടകത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു. ഇതുണ്ട് ഇതാണ് കാൽവറി മൗണ്ട്. പിന്നെ ഇവിടെ 2 വീലേഴ്സ്, 4 വീലർ അതിനൊക്കെ ചാർജ് ഉണ്ട്. അങ്ങനെ നമ്മൾ കാൽവറി മൗണ്ടിലെത്തി. നല്ല തേരിയൊക്കെ ഉള്ള റോഡായിരുന്നു നമ്മൾ വന്നത്. നമ്മളതിൻ്റെ വ്യൂ കാണാനായിട്ട് നടന്നു പോവുകയാണ്. ഈ ചെടിയൊക്കെ നല്ല രീതിയിൽ അവർ നന്നായിട്ട് അറുത്ത് വെട്ടി നല്ല കിടിലം രീതിയിൽ മോഡൽ പോലെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. ഇതുണ്ട് ഗൈസ്, നമ്മളങ്ങനെ അതിൻ്റെ മുകളിലെത്തി. ഇവിടുന്ന് നമുക്ക് ഇടുക്കി ഡാം കാണേണ്ടതാണ്, പക്ഷെ നല്ല ഫോഗ് ആയത് കാരണം നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇല്ലായിരുന്നു നമുക്ക് അടിപൊളിയായിരുന്നു. നമുക്ക് ഫോഗ് ആയതുകൊണ്ട് വലുതായിട്ടൊന്നും ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ക്ലൈമറ്റ് അവിടെ അടിപൊളിയായിരുന്നു, നല്ല കാറ്റും കൂടി ഉണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്തൊരു ട്രാവൽ വീഡിയോയിൽ കാണാം. ബൈ ബൈ.